മഴക്കാലവും താരനും. മഴക്കാലമായി കഴിഞ്ഞാൽ താരൻ നന്നായിട്ട് കൂടുതലായിരിക്കും. ഈ ഒരു ടൈമിലാണ് നമ്മുടെ ആന്റി ഡാൻഡ്രഫ് ഓയിലും ഹെർബൽ ഷാമ്പു നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ടൈമും കൂടെയാണ് മഴക്കാലം. മഴക്കാലത്ത് എന്തുകൊണ്ടാണ് ഡാൻഡ്രഫ് കൂടുന്നത് എന്ന് നോക്കിയാലോ? മഴക്കാലത്ത് ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. അതായത് നമ്മുടെ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഹെയർ വെറ്റായിരിക്കുന്നതായിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവില്ല. മാത്രല്ല, ഡെയിലി ഹെയർ വാഷ് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ തലയിൽ പൊടിപടലങ്ങൾ അടിഞ്ഞു കൂടാനും അതുപോലെ ഓയിൽസ് ഒന്നും റിമൂവ് ആവാതെ അവിടെ തന്നെ നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഡാൻഡ്രഫിന് വളരാൻ പറ്റിയ സാഹചര്യമാണ്. നന്നായിട്ട് ഗ്രോ ചെയ്യുന്നതായിരിക്കും. ഇതാണ് മെയിൻ ആയിട്ട് മഴക്കാലത്ത് ഡാൻഡ്രഫ് വരാനുള്ള കാരണം. അതുപോലെ തന്നെ നല്ല വെറ്റായിട്ടുള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഷോള് സ്കാർഫ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതും ഡാൻഡ്രഫ് വളരാൻ കാരണമാവാറുണ്ട്. അപ്പോൾ ഡാൻഡ്രഫ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം നോക്കിയാലോ? നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടും സൂക്ഷിക്കുക. പിന്നെ മിനിമം ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഹെയർ വാഷ് ചെയ്ത് കൊടുക്കുക. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് വാഷ് ചെയ്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതെല്ലാം നല്ലതായിരിക്കും കേട്ടോ. പിന്നെ കുളിക്കുന്നതിന് മുൻപായിട്ട് ആന്റി ഡാൻഡ്രഫ് ഓയിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഹെർബൽ ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കെമിക്കൽ ഇല്ലാതെ തന്നെ ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നനഞ്ഞ മുടി കെട്ടി വെക്കാതിരിക്കുക, ടൈ ചെയ്ത് വെക്കാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ.